Now we shall discuss about uniform motion. If an object covers equal distances in equal intervals of time, it is said to be in uniform motion. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ബോഡി ആദ്യത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. പിന്നെ 10 സെക്കൻഡ് കൊണ്ട് അത് 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. 15 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ. അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് ഇൻ മീറ്ററും ടൈം ഇൻ സെക്കൻഡ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടൈം നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ if you are drawing the position time graph of the body, we are plotting time always along the x-axis time position is plotted x in meter, position and distance is plotted in meters along the y-axis. അപ്പോൾ ഇവിടെ 5, 10, 15 നമുക്ക് തന്നിരിക്കുന്ന ടൈം അനുസരിച്ചിട്ട് ഒരു സ്കെയിൽ എഴുതി 20, 25, 30. ഇനി അതേപോലെ ഡിസ്റ്റൻസ് തന്നതിനനുസരിച്ച് 10, 20, 30, 40, 50, 60 എക്സെട്ര. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് 5 സെക്കൻഡിൽ ബോഡി എത്ര കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ പൊസിഷൻ. പിന്നത്തെ ടോട്ടൽ 10 സെക്കൻഡ് കൊണ്ട് അത് 20 മീറ്റർ കവർ ചെയ്തു. 15 സെക്കൻഡിൽ 30 മീറ്റർ. ആ പോയിന്റുകൾ പ്ലോട്ട് ചെയ്തു അല്ലേ? 20 എന്നുള്ള ഇതിന് എഗൻസ്റ്റ് ആയിട്ട് 40, 20 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ ട്രാവൽ ചെയ്തു. 25 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ ട്രാവൽ ചെയ്തു. സോ ഇഫ് യു ആർ ഡ്രോയിങ് എ ഗ്രാഫ് we will get a straight line like this. So this is the position time graph. Position time graph of uniform motion. അപ്പോൾ ഇവിടെ ബോഡിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്കതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ടൈം ഇൻ്റർവെല്ലും ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ നോക്കൂ, 20 തൊട്ട് 10 വരെയുള്ള ടൈം ഇൻ്റർവെൽ 20 മൈനസ് 10. അപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്? 40 മൈനസ് 20. 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 40 എന്നുള്ള പോയിന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം 20 ആണ്. 20 എന്നുള്ള ഒരു പൊസിഷൻ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം 10 ആണ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈ 10 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് ദ ബോഡി. ഇനി വേറൊരു ടൈം ഇൻ്റർവെല്ലിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് നോക്കാം. ഇപ്പോൾ 30 തൊട്ട് 30 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് 15 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ 30 മീറ്റർ എന്നുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ 30 മീറ്റർ എന്നുള്ള ടൈം കവർ ചെയ്തിരിക്കുന്നത് 15 സെക്കൻഡ് കൊണ്ടാണ്. പിന്നെ 60 മീറ്റർ കവർ ചെയ്തിരിക്കുന്നത് 30 സെക്കൻഡ് കൊണ്ടാണ് അല്ലേ? അപ്പോൾ 60 മീറ്റർ കവർ ചെയ്തിരിക്കുന്നത് 30 സെക്കൻഡ് കൊണ്ടാണ്. സോ ദ പൊസിഷൻ x2 മൈനസ് x1, 60 മൈനസ് 30 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1, 30 മൈനസ് 15. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മൈനസ് 30 ഡിവൈഡഡ് ബൈ 30 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 15 തന്നെ. സോ 30 ബൈ 15 ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഇൻ ഏത് ടൈം ഇൻ്റർവെൽ എടുത്താലും ഈക്വൽ ടൈം ഇൻ്റർവെൽസിൽ ദ ബോഡി ഈസ് ഹാവിങ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഫൗണ്ട് ടു ബി 2 മീറ്റർ പെർ സെക്കൻഡ് and it is a constant. So we can say that the body is performing uniform motion. അപ്പോൾ if the body covers equal displacements in equal time intervals, then it is said to be in uniform motion. അപ്പോൾ ഇവിടെ ഓരോ ടൈം ഇൻ്റർവെൽ ഓരോ 5 സെക്കൻഡിലും ഇത് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്? ഓരോ 5 സെക്കൻഡിലും 10 മീറ്റർ വീതം സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? 5 to 10, 5 സെക്കൻഡിൽ അത് 10 മീറ്റർ. പിന്നത്തെ 5 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ. പിന്നത്തെ 5 സെക്കൻഡിൽ അഗെയിൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് 10 മീറ്റേഴ്സ്.
So it is covering equal displacements in equal time intervals. That means the magnitude of velocity or the speed of the body is a constant and hence it is said to perform uniform motion. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ ആണ് നമ്മളിങ്ങനെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി ഇൻ യൂണിഫോം മോഷൻ? ഇപ്പോൾ വെലോസിറ്റി ഓഫ് സച്ച് എ ബോഡി വിൽ ബി എ കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ ടൈം എക്സ് ആക്സിസിലെടുത്തു, വെലോസിറ്റി വൈ ആക്സിസിലെടുത്തു. അപ്പോൾ യു ആണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ആ വെലോസിറ്റി മാറുന്നേ ഇല്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് എവറി ടൈമിങ് or at all times the velocity remains constant. യുവിൽ തന്നെ ഒരേ സ്പീഡിലാണ് ബോഡി പോകുന്നത്. ആദ്യം 2 മീറ്റർ പെർ സെക്കൻഡ് പോയി, പിന്നെയും 2 മീറ്റർ തന്നെ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും the velocity is 2 meter itself. So the graph will be a straight line parallel to the time axis. യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് വി ടി ഗ്രാഫ്. ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ യു എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരച്ചു ഡോട്ടഡ് ലൈൻസ്. അപ്പോൾ ഇതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലേ? അപ്പോൾ ഇത് ഒറിജിൻ എ ബി സി, ഒ എ ബി സി എന്നുള്ള സപ്പോസ് ദിസ് ടൈം ഈസ് ടി. ഇവിടുത്തെ ടൈം ടി ആണെങ്കിൽ if we are considering the area of rectangle OABC, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ ബി സി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഒ എ എന്നുള്ള ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുന്നത് എ ബി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ലെങ്ത് ഒ എ പറയുന്നത് ടൈം ടി ആണ്. ടൈം ടി ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെലോസിറ്റി ആണ്. ബ്രെഡ്ത്ത് ഈസ് ദ വെലോസിറ്റി യു. സോ യു ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. velocity into time gives the displacement. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് will give the displacement of the body. ഇനി നമ്മളിപ്പോൾ ജനറൽ ആയിട്ടൊരു ഗ്രാഫ് വരയ്ക്കാം, പൊസിഷൻ ടൈം ഗ്രാഫ്. അങ്ങനെ ഇതിലിപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ if we are drawing a graph for uniform motion, then how will be the position time graph? Time along x-axis, position along y-axis. അപ്പോൾ നമുക്ക് ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അത് ഒറിജിനിലൂടെ പാസ് ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എനി ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഇതും എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം 0 ആകുമ്പോൾ പൊസിഷനും 0 ആയിരുന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം 0 പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ടൈമിനെയാണ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ 9 മണി എന്നുള്ളതിൽ 9 മണിക്ക് ഒരു ബസ് പുറപ്പെട്ടു എന്ന് വെച്ചാൽ ആ 9 നമ്മൾ 0 ഇനീഷ്യൽ ടൈമായിട്ട് എടുക്കുന്നു. ഇനി ആ സമയത്ത് നമ്മൾ ഒറിജിനും നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മളൊരു പർട്ടിക്കുലർ പോയിൻ്റാണ് ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഇനി അതല്ല, ബസ് നമ്മൾ വിചാരിച്ച ഒറിജിനിൽ നിന്ന് 10 മീറ്റർ അകന്നിട്ടാണ് നമ്മുടെ ബസ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ച ഒരു സ്ഥലമാണ് ഒറിജിൻ, ആ ഒറിജിനിൽ നിന്ന് 10 മീറ്റർ അകലെയാണ് ബസ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഒറിജിനിൽ കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു പൊസിഷനിൽ കൂടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഒരു ടൈം T1 എന്നുള്ള ടൈമിൽ സപ്പോസ് ദ പൊസിഷൻ ഈസ് x1. ഇനി വേറൊരു സമയം ലേറ്റർ ടൈം T2 സപ്പോസ് ദ പൊസിഷൻ ഓഫ് ദി ബോഡി ഈസ് x2. Now we are going to find the slope of the position time graph. Slope of position time graph ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ what we do is we will draw a triangle like this. Triangle ABC. ഈ ആംഗിൾ തീറ്റ എന്ന് എടുക്കുക. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതാണ് ഫോർമുല. സ്ലോപ്പ് ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. സ്ലോപ്പിൻ്റെ ഫോർമുല എന്താണ്? ടാൻ തീറ്റ ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്.
അപ്പോൾ ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് AB. അപ്പോൾ BC എന്താണ് നോക്കൂ. ഈ ലെങ്ത് BC എന്ന് പറയുന്നത് C എന്നുള്ളത് x2 ആണ്, B എന്ന് പറയുന്നത് x1 ആണ് അല്ലേ. C വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് C വരെ ഈ ഡിസ്റ്റൻസ് ആണ് x2, ഇത്രയും ഡിസ്റ്റൻസ് ആണ് x1. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേ വേണ്ടുള്ളൂ. BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? x2. ഇവിടെ തൊട്ട് ടോട്ടലാണ് x2, ഇവിടെ തൊട്ട് ഇതുവരെ x1. സോ ദ ഡിസ്റ്റൻസ് BC ഈസ് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ AB. B എന്നുള്ള ഒറിജിൻ തൊട്ട് O തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് T2 ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം ഡിസ്റ്റൻസ് അല്ല സോറി ടൈം T1 ആണ്. നമുക്ക് വേണ്ടത് ഈ ഇൻ്റർവെൽ AB ആണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് T2 മൈനസ് T1. ഇതിന് നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ x and change in time can be written as delta t. So what is delta x by delta t? It is the velocity of the body. So the slope of position time graph gives the velocity of the body. ഇവിടെ നമ്മൾ y ആക്സിസിലെ ക്വാണ്ടിറ്റി പൊസിഷൻ, x ആക്സിസിലെ ക്വാണ്ടിറ്റി ടൈം. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് വെലോസിറ്റി. ഓക്കെ, സോ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു യൂണിഫോം മോഷൻ്റെ അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, യൂണിഫോം മോഷൻ ആയതുകൊണ്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ഗ്രാഫ് പറയുമ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ക്വാണ്ടിറ്റി ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്ലോപ്പ്. ഇനി ഒരു സ്റ്റേഷനറി ബോഡിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ടൈം ഇവിടെയും പൊസിഷൻ ഇവിടെയും. സ്റ്റേഷനറി ബോഡി പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ. അത് ആദ്യം 0 ടൈമിൽ ഇവിടെ ആയിരുന്നുവെങ്കിൽ ഇറ്റ് ഈസ് ടൈം ഈസ് ഗോയിങ് ഓൺ കണ്ടിന്യൂസ്ലി ബട്ട് ദ പൊസിഷൻ റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇതാണ് സ്റ്റേഷനറി ബോഡിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്.